ഒരു ഗ്രാമത്തിൽ ബാലി എന്ന് പേരുള്ള ഒരാൾ തന്റെ വയസ്സായ അച്ഛനോടൊപ്പം ജീവിച്ചു വന്നു. ബാലിക്ക് ചെറിയ പ്രായം മുതൽ ബയൽവാനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനായ ഭീമയ്ക്ക് തന്റെ മകൻ ബയൽവാനാകുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം വളരെ സങ്കടത്തോടെ ബാലി തന്റെ അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല അച്ഛാ. ഞാൻ ബയൽവാനാവുന്നില്ല, അച്ഛൻ എന്താണ് പ്രശ്നം? പ്രശ്നമാണ് മോനെ, ഇപ്പോഴുള്ള ഈ ലോകത്തുള്ള പ്രശ്നം നിനക്ക് അറിയില്ല. ബയൽവാനാവുന്നത് കൊണ്ട് എതിർകാലത്ത് നിനക്ക് നല്ലതല്ല മോനെ. അതിനേക്കാളും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേറെ ഏതെങ്കിലും നീ മനസ്സ് ചെലുത്ത്, ഇല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും വ്യാപാരം ചെയ്യ്. എന്നാലേ നിന്റെ ജീവിതം സന്തോഷമായിട്ടുണ്ടാവുള്ളൂ. ഇവിടെ നോക്കച്ചാ, എന്റെ മനസ്സ് വേറെ ഒരു ജോലിയിൽ വെക്കാൻ പറ്റില്ല, പിന്നെ വ്യാപാരത്തിൽ വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, എനിക്ക് ചെറുപ്പം തൊട്ടേ വലിയൊരു ബയൽവാനാവണമെന്നാണ് ആഗ്രഹം. പിന്നെ ഈ ആഗ്രഹം എന്റെ അധ്വാനത്തോടെ കിട്ടിയതാണ്. നിങ്ങളും നിങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു ബയൽവാനായിട്ടല്ലേ വന്നത്? അതെ, അത് സത്യം തന്നെയാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി ഒരു വലിയ ബയൽവാനായിരുന്നു. എന്നെ ആരെ കൊണ്ട് എന്നെ തോൽപ്പിക്കാനേ പറ്റില്ലായിരുന്നു. പക്ഷെ അതിന് പകരം എനിക്ക് എന്താ കിട്ടിയത്? ദരിദ്രം, പട്ടിണി. എന്നെ എന്റെ സ്വന്തം കാലം പോലും നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ തന്നെ ഇങ്ങനത്തെ ഉള്ള ഒരു മോശമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് ബാലി. അച്ഛാ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഞാൻ നമ്മുടെ ഗ്രാമത്തില് നിങ്ങളെ പോലുള്ള പഴയ ബയൽവാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കുട്ടികളൊക്കെ അവർക്ക് പ്രാക്ടീസ് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളാണ് ആദ്യമായിട്ട് ഒരു അച്ഛൻ നിങ്ങളുടെ മകനെ ഈ പോട്ടിൽ ചേരാൻ പാടില്ലെന്ന് തടസ്സം ചെയ്യുന്നു. ഇപ്പോ ഞാൻ തന്നെ നിന്നെ ഇങ്ങനെ തടസ്സം ചെയ്യുകയാണെങ്കിൽ അതെന്താ നീ മനസ്സിലാക്കാത്ത മോനെ? അതിന് തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടാവും മോനെ. അത് എന്താണ് കാരണം അച്ഛാ? സത്യം പറഞ്ഞാൽ എനിക്ക് കാരണം അറിയണമെന്ന് ആവശ്യമില്ല. അച്ഛാ, പാലംപൂർ ഗ്രാമത്തിൽ ജുഗൻ ബയൽവാന്റെ മകൻ കാളിയ മൈതാനത്തിൽ ഇറങ്ങി പോട്ടിയിടാൻ വേണ്ടി നമ്മുടെ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അവസാനം 3 ദിവസമായിട്ട് ഏതൊരു ബയൽവാനും കാളിയനെ തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അച്ഛാ, ഇന്നലെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ മൈതാനത്തിൽ അവന്റെ കൂടെ ഗുസ്തി ഇടുന്ന ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത്? പാലംപൂർ ഗ്രാമത്തിലെ ജുഗന്റെ മകൻ ബയൽവാനായി പോയോ? ഞാൻ പറയുന്നത് കേൾക്കൂ ബാലി, ഇപ്പോഴും സമയമുണ്ട്, പോകല്ലേ. ഭീമ പറഞ്ഞത് കേൾക്കാതെ ബാലി തന്റെ വീട്ടിൽ നിന്നും തിരിച്ചുപോയി. ഭീമ ബാലിയെ ഒരുപാട് തടഞ്ഞു നോക്കി. പക്ഷേ ബാലി ഭീമ പറഞ്ഞത് ഒട്ടും കേട്ടില്ല. ഭീമ ഒരു മുടന്തനായ ആളാണ്. പക്ഷെ അദ്ദേഹം തന്റെ പ്രായത്തിൽ ഭീമയും ഒരു ബയൽവാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലുകൾ വളരെ നന്നായിരുന്നു. കുറച്ചു സമയത്തിനകം ബാലി മൈതാനത്തിലെത്തി. അവിടെ ഒരുപാട് ആൾക്കാർ ബാലിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഗ്രാമത്തിന്റെ തലവൻ ബാലിയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഞങ്ങൾ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് ബാലി. ഞങ്ങൾ എന്താ വിചാരിച്ചാൽ നീ വരില്ലെന്ന് ഞങ്ങൾ കരുതി. നിങ്ങൾ എന്തിനങ്ങനെ വിചാരിച്ചത് മുതലാളി? ഇവിടെ ഉള്ളവരെല്ലാവർക്കും അറിയാം നിന്റെ അച്ഛൻ ഭീമ നിന്നെ മൈതാനത്തിൽ അയക്കാൻ സമ്മതിക്കില്ല എന്ന്. ഞങ്ങൾ എന്താ വിചാരിച്ചാൽ ഇന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ് നീ കേട്ടിട്ട് അവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് എപ്പോഴും എന്റെ അച്ഛന്റെ പറയുന്ന വർത്താനം മീറി വരാൻ പറ്റില്ല മുതലാളി. പക്ഷേ ഇന്നത്തെ കാര്യം നമ്മുടെ ഗ്രാമത്തിന്റെ പേരാണ്. അതുമാത്രമല്ലാതെ ഇതിൽ എന്റെ മര്യാദ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇതാണ് നിന്റെ അടുത്തുനിന്ന് കരുതിക്കൊണ്ടിരിക്കുന്നത് ബാലി. കാലിയെ നിനക്ക് വേണ്ടി കുറെ നേരമായി കാത്തിരിക്കുന്നുണ്ട്. കാലിയക്ക് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്ക്. തലവൻ പറഞ്ഞത് കേട്ടിട്ട് കാലിയ ബാലിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഗുസ്തിയിടാൻ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞതിന് ശേഷം നീ ഇത് ആദ്യമായിട്ടല്ലേ ചണ്ടിടാൻ പോകുന്നത്? അതോ ഈ മൈതാനത്തിൽ? നിന്റെ അടുത്ത് ഇപ്പോഴും നിനക്ക് നേരമുണ്ട്. മര്യാദയ്ക്ക് എന്നോട് ക്ഷമ ചോദിച്ച് ഇവിടുന്ന് പോയിക്കോ. ആരെടുത്തും ഒന്നും പറയില്ല. മാപ്പ് ഇന്നും കുറച്ചു നേരത്തിൽ നീ തന്നെ ചോദിക്കും കാളിയ. പിന്നെ നിനക്കെന്നെ അറിയാം ഈ ബാലിനെ എന്തിനാ നീ ഈ ഗുസ്തിക്ക് വിളിച്ചതെന്ന്. ഞാൻ നിനക്ക് നല്ലതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എങ്ങനെയോ നിന്റെ ഇഷ്ടം. കാലിയയ്ക്കും ബാലിക്കും ഗുസ്തി നടന്നു. പക്ഷെ കുറച്ചു സമയത്തിനകം തന്നെ കാലിയയുടെ അഹങ്കാരം തോറ്റു തുന്നം പാടി. ബാലി കാലിയെ 2 മിനിറ്റിനകം തോൽപ്പിച്ചു കളഞ്ഞു. കാലിയ വളരെ മോശമായി തോറ്റുപോയി. തോറ്റുപോയതിനു ശേഷം കാലിയ വളരെ ദേഷ്യപ്പെട്ട് ബാലിയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് തോറ്റിരിക്കുന്നത്. എന്റെ ഈ തോൽവി ഏതൊരു നേരത്തിൽ കൊണ്ട് എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. എന്റെ തോൽവി എനിക്ക് സമ്മതിക്കാൻ പറ്റാത്തതിന് കാരണം ഈ ലോകത്തിൽ എന്നെ തോൽപ്പിക്കാൻ ഒരാളുണ്ടെന്ന് ഞാൻ കരുതിയിട്ട് പോലില്ല. നിനക്കാണ് ഇവനെ കാണാൻ പാവപ്പെട്ട പോലെ തോന്നുന്നു കാളിയ. പക്ഷേ ഇവന്റെ ശരീരത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ തലവൻ ഭീമന്റെ ചോരയല്ലേ ഓടുന്നത്? നിങ്ങൾ ആ ഭീമനെ പറ്റിയാണോ സംസാരിക്കുന്നത്? അവര് നടന്നു പോണെങ്കിൽ ഒരു കൈത്തടി അവർക്ക് സഹായിക്കാൻ വേണ്ടല്ലോ. അവരവരുടെ സ്വന്തം കാലിൽ നടക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. നീ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം കാളിയ.
ഒരു കാര്യം നീ നന്നായിട്ട് കേട്ടോളൂ. എന്റെ അച്ഛനെ പറ്റി നീ സംസാരിക്കുന്ന ഒരു വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങ് പോവാൻ വിട്ടേക്ക് ബാലി. കാളിയ തോറ്റുപോയില്ലേ, അവന്റെ തോൽവി അവനെ കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അവൻ വെറുതെ നിന്നെ ചൊറി കഴിപ്പിക്കാണ്. നീ അതിൽ വികണ്ട. അവൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ നീ ദേഷ്യപ്പെട്ട് അവനെ തല്ലണമെന്നാണ് അവൻ വിചാരിക്കുന്നത്. പിന്നെ ഈ മൈതാനത്ത് നടക്കുന്ന ശണ്ട, പിന്നെ 2 ഗ്രാമത്തിന്റെ ശണ്ട മേലെ മാറിപ്പോവും. ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രാമത്തലവൻ ബാലിയെ വിജയിച്ചവനായി അറിയിച്ചു. ബാലി വളരെ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് വന്നു. ബാലി വീട്ടിലേക്ക് വന്ന് ഒരുപാട് സന്തോഷിച്ചു. ബാലിയുടെ സന്തോഷം കണ്ട് ഭീമ അദ്ദേഹത്തോടൊന്നും സംസാരിച്ചില്ല. ഭീമ കണ്ണുകൾ മൂടിക്കൊണ്ട് ഒന്നും മിണ്ടാതെ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. മറുവശത്ത് കാലിയ തോറ്റുപോയി മുഖത്തിൽ സങ്കടത്തോടെ തന്റെ അച്ഛൻ ജുഗന്റെ മുൻപിൽ വന്നു നിൽക്കുകയായിരുന്നു. എന്റെ ഈ 30 വർഷത്തിൽ ഞാൻ വലിയ വലിയ ബയൽവാന്മാരുടെ കൂടെ ശണ്ടയിട്ടിട്ടുണ്ട്. ഇതുവരെ ആരും എന്നെ തോൽപ്പിച്ചിട്ടില്ല. ഞാൻ നിനക്ക് മൈതാനത്തിൽ ഓരോരോ ശണ്ടയിടുന്ന എല്ലാ വിദ്യകളും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നീ ഒരു ബലവീനടുത്ത് തോറ്റുപോയല്ലോ. എന്റെ പേര് തന്നെ നീ നാറ്റിപ്പിച്ചിട്ടുണ്ട്. അത് സത്യാണച്ചാ. ഒരു ബലവീനടുത്താണ് ഞാൻ തോറ്റുപോയത്. പക്ഷെ ആ ബലവീനവൻ ഒരു സാധാരണ ആളല്ല. പിന്നെ ആ ഗ്രാമത്തിന് എന്റെ പേര് വാങ്ങിക്കൊടുത്ത പഴയ ബയൽവാൻ ഭീമയുടെ മകനാണ്. ഇതല്ലേ നീ ആദ്യം പറയേണ്ടത്. നീ ഭീമയുടെ മകന്റെ കൂടെയാണ് ശണ്ട പോടുന്നത്, എന്താ പറയാത്തത്? അങ്ങനെ വെച്ചാൽ ഭീമ അവനെ പോലെ തന്നെ അവന് ഗുസ്തി അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമോ? അതാണ് എനിക്ക് കുഴപ്പമായിട്ടുള്ളത് അച്ഛാ. അവന്റെ അച്ഛൻ ഇവൻ ഗുസ്തി ഇടുന്നത് ഒരുപോലും താല്പര്യമില്ല. എല്ലാരും എന്താ പറയുന്നത് വെച്ചാൽ ബാലിക്ക് അവന്റെ ഈ ഗുസ്തശീലം അവന് ആഗ്രഹമായിട്ട് വന്നതാണെന്ന്. നീ ഒന്നും വിഷമിക്കേണ്ട മോനെ. 3 ദിവസം കഴിഞ്ഞിട്ട് എന്റെ മൈതാനത്തുള്ള ബയൽവാൻ ആ ബാലിനെ പോട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാലിനെ പറ്റി ഒന്നും അറിയുന്നില്ല അച്ഛാ. അവനെ തോൽപ്പിക്കുന്നത് വളരെ കഠിനമാണ്. നിനക്ക് ഇപ്പോഴും ബയൽവാനിന്റെ തിരമകളൊക്കെ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ അച്ഛൻ ഈ ഗ്രാമത്തില് മൈതാനം വെച്ചിട്ട് നടത്താനൊക്കെ മറന്നുപോയോ? പിന്നെ എന്റെ മൈതാനത്തിന്റെ പേര് കുറെ സ്ഥലത്തിൽ വളരെ ഫേമസും ആയിട്ടുണ്ട്. ആ കാര്യം നിനക്ക് അറിയോ ഇല്ലേ? 3 ദിവസങ്ങൾക്ക് ശേഷം ജുഗൻ ഒരു ബയൽവാനെ വിളിച്ചുകൊണ്ട് ബാലിയുടെ ഗ്രാമത്തിലേക്ക് ചെന്നു. പിന്നെ ചിരിച്ചുകൊണ്ട് തലവനോട് പറഞ്ഞു, നിന്റെ ഗ്രാമത്തിലുള്ള ബലവീകരമായ പയ്യൻ എന്റെ മകനെ തോൽപ്പിച്ചെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നീ എന്താ പറയാൻ വരുന്നത്? നേരിട്ട് നോക്കി പറഞ്ഞേക്ക്. എന്റെ ബയൽവാലിനെ നിന്റെ ബാലിന്റെ കൂടെ പോട്ടിയിടാൻ തയ്യാറാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബാലി ശരിക്കും തിരമശാലിയാണെങ്കിൽ അവൻ ഇപ്പൊ തന്നെ വന്നിട്ട് എന്റെ ബയൽവാലിന്റെ കൂടെ ഗുസ്തി ഇടട്ടെ. ഇല്ലെങ്കിൽ സാരി കെട്ടിട്ട് അവന്റെ വീട്ടിൽ തന്നെ പോയി ഇരിക്കാൻ പറ. ഇങ്ങനെ പറഞ്ഞിട്ട് ജുഗൻ ബയൽവാനെ വിളിച്ചുകൊണ്ട് ആ സ്ഥലത്തു നിന്നും പോയി. തലവൻ ഉടനെ ബാലിയെ ചെന്ന് കാണാനായി പോയി. പിന്നെ അദ്ദേഹം അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ശരി മുതലാളി, ഞാൻ ഇന്ന് 2 മണിക്ക് തന്നെ മൈതാനത്തിലേക്ക് വന്നേക്കാം. തലവൻ ആ സ്ഥലത്തു നിന്നും പോയി. പക്ഷെ ബാലിക്ക് ഒരു കാര്യം അറിയില്ല. അതായത് തലവനും അവനും സംസാരിച്ചത് ഭീമ കഥകിന്റെ അരികിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കേൾക്കുകയായിരുന്നു എന്ന്. ബാലി ഉച്ചയ്ക്ക് പോകാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഭീമ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് ജുഗന്റെ തന്ത്രമാണ് ബാലി. നീ അവന്റെ തന്ത്രത്തിൽ കുടുങ്ങാൻ പാടില്ല. ആ ബയൽവാൻ നിന്റെ കൂടെ പൂട്ടിയിടാൻ പാടില്ല. നിന്നെ പകവിട്ടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ജുഗനെ പല വർഷങ്ങളായിട്ട് അറിയാം. നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? ഞാൻ നിന്റെ അടുത്ത് പറയാൻ പാടില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിന്റെ അടുത്ത് പറയാനുള്ള നേരം വന്നിട്ടുണ്ട്. എന്റെ ഈ 2 കാലം നീ കണ്ടില്ലേ? അത് ഒരു കാലത്തിൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ജുഗന് ഏത് മൈതാനത്തിൽ മാസക്കണക്കിന് ലക്ഷക്കണക്കിന് കാശ് വരുന്നുണ്ടോ ആ മൈതാനം എന്റേതാണ്. എന്ത്? ഈ കാര്യം എന്താ നിങ്ങൾ എന്നോട് മുന്നോട്ട് പറയാത്തത്? ആ മൈതാനം നിങ്ങളുടെ വെച്ചാൽ നിങ്ങൾ ആ ഗ്രാമം വിട്ടിട്ട് പിന്നെ എന്തിനാ ഈ ഗ്രാമത്തിൽ വന്ന്? പല വർഷങ്ങൾ മുമ്പ് ആ മൈതാനത്തിൽ എന്റെ അച്ഛനായിരുന്നു മുതലാളി. അതിനുശേഷം ഞാനാണ് ആ മൈതാനത്തിൽ മുതലാളിയായത്. പിന്നെ ആ ജുഗനാണ് വളരെ തന്ത്രപൂർവമായിട്ട് ഒരു പ്ലാൻ ചെയ്ത് ഗുസ്തി കളിക്കാൻ വേണ്ടി ആ ഗ്രൗണ്ട് ഞാൻ പന്തയം വെച്ചു. അവൻ എല്ലാരും മുന്നാടി ഇന്ന് സത്യവും പറഞ്ഞു. ഒരു പക്ഷെ അവനെ തോൽപ്പിച്ചാൽ ഈ മൊത്ത ഗ്രൗണ്ട് അവനെ ആയിരിക്കുമെന്ന്. അപ്പൊ ഞാൻ വളരെ ചെറിയ ചെക്കനായിരുന്നു. അവന്റെ തന്ത്രം എനിക്ക് തീരെ മനസ്സിലായില്ല. ജുഗൻ വളരെ തന്ത്രമായിട്ട് എന്റെ കണ്ണിൽ മുളകപ്പൊടി വീശി എന്നെ കുറച്ചു നേരം കാണാതാക്ക പോലെ ആയി. പിന്നെ അവൻ വളരെ ശക്തമായിട്ട് എന്റെ 2 കാലും പൊട്ടിച്ചു. എന്റെ എല്ലാ സ്വത്തും അവൻ പറിച്ചെടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ തെരുവിലേക്ക് എത്തി. പിന്നെ ഞാൻ നിന്നെയും നിന്റെ അമ്മേനെയും വിളിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിലേക്ക് വന്നു. നിന്റെ അമ്മേനെ കൊണ്ട് ഈ ഏമാറ്റം തയ്ക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ ഈ ലോകം വിട്ട് തന്നെ പോയി. നിങ്ങൾ വിട്ടിട്ട് പോയി ഈ മര്യാദ ഞാൻ തീർച്ച കൊണ്ടുവരാം അച്ഛാ. ഇങ്ങനെ പറഞ്ഞിട്ട് ബാലി വളരെ വേഗത്തിൽ തന്റെ വീട്ടിൽ നിന്നും പോയി. ഗുസ്തിയിടുന്ന സ്ഥലത്തേക്ക് ചെന്നു. ബാലിയെ നോക്കിയിട്ട് ജുഗൻ ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, ഒരു പക്ഷേ എന്റെ ബയൽവാൻ ഈ മൈതാനത്തിൽ നിന്നെ തോൽപ്പിച്ചാൽ പിന്നെ നിന്റെ വീട് എന്റേതായിരിക്കും.
എടാ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതൊക്കെ എന്ത് പന്തയാണ്? നിന്റെ ഈ പന്തയം ഞങ്ങൾ തീർച്ചയായിട്ടും ഏൽക്കില്ല. എനിക്ക് സമ്മതം. ബാലി മണ്ടത്തരായിട്ട് ആലോചിക്കല്ലേ. ഇന്ന് എന്റെ അച്ഛൻ മുഖ്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് കേട്ടതിന് ശേഷം എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ മിണ്ടാതിരിക്കും തലവരെ. ഞാൻ ഈ ബയൽവാനെ തീർച്ചയായിട്ടും തോൽപ്പിക്കും. കുറച്ചു സമയത്തിനകം ബയൽവാനും ബാലിക്കുമിടയിൽ ഗുസ്തി തുടങ്ങി. പക്ഷെ ആ ബയൽവാൻ വളരെ തന്ത്രപൂർവം പിന്നെ തന്റെ മുഴുവൻ ബലവും ഉപയോഗിച്ച് ബാലിയുടെ ഒരു കാല് ഉടച്ചു കളഞ്ഞു. ബാലി വളരെ മോശമായി തോറ്റുപോയി. ജുഗൻ, ബാലി പിന്നെ ഭീമയെ അവരുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വിരട്ടിവിട്ടു. ബാലി തന്റെ ഒറ്റക്കാലിൽ ഞൊണ്ടിക്കൊണ്ട് തന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് കാട്ടിനെ നോക്കി നടന്നു ചെന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു മോനെ. ഇരിക്കച്ചാ, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാം. ബാലി ഭീമയ്ക്ക് വെള്ളം കൊടുക്കാനായി പോവുകയായിരുന്നു. അപ്പോഴാണ് വളരെ വയസ്സനായ ഒരാള് ബാലിയോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, എനിക്കും വെള്ളം താ മോനെ, എനിക്കും വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ബാലിക്ക് ആ വയസ്സായ ആളെ കണ്ട് വളരെ പാവം തോന്നി. ബാലി ആ വെള്ളം ആ വയസ്സായ ആളിന് നൽകി. വെള്ളം കുടിച്ചിട്ട് ആ വയസ്സായ ആൾ പറഞ്ഞു, നീ എന്തിനാ മോനെ നിന്റെ അച്ഛന് വെള്ളം കൊടുക്കാത്തത്? എന്റെ അച്ഛന് കുറച്ചും കൂടി ദാഹം സഹിക്കാൻ പറ്റും മുത്തശ്ശ. പക്ഷെ നിങ്ങൾ വളരെ വയസ്സായ ആളാണ്, അതുകൊണ്ടാണ് വെള്ളം നിങ്ങൾക്ക് തന്നത്. ബാലി ഇത്രയേ പറഞ്ഞുള്ളൂ. പക്ഷെ പെട്ടെന്ന് കുറച്ചു സമയത്തിനകം ആ വയസ്സായ ആളുടെ രൂപം ആകെ മാറിപ്പോയി. പിന്നെ അദ്ദേഹത്തെ കാണാൻ ഒരു നല്ല ബയൽവാനെ പോലെ കണ്ടിരുന്നു. ബാലിയും ഭീമയും വളരെ ആശ്ചര്യത്തോടെ ആ ബയൽവാനെ നോക്കി. ആരാണ് നിങ്ങൾ? ഞാനൊരു മായ ബയൽവാൻ. ഞാൻ മായ ലോകത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പരീക്ഷ വെക്കണമെന്ന് വിചാരിച്ചു. ആ പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചു. എനിക്ക് നന്നായിട്ട് അറിയാം ജുഗൻ നിങ്ങൾ രണ്ടുപേർക്കും എന്താ ചെയ്തതെന്ന്. അവൻ ചെയ്ത ഈ കാര്യം കൊണ്ട് ഞങ്ങളുടെ മായ ബയൽവാൻ ലോകത്തിൽ എന്നെ വല്ലാതെ അവമാനമാണ്, വിഷമമുണ്ട്. പക്ഷേ ഇപ്പൊ അവന് പാഠം കൊടുക്കാനുള്ള സമയമായി. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ബയൽവാൻ തന്റെ കൈ മുന്നോട്ട് നീട്ടി. പിന്നെ കുറച്ചു സമയത്തിനകം ബാലിയും ഭീമയും നല്ല രീതിയിൽ മാറി. ഇത് മായ ബയൽവാൻ റെസ്റ്റോറന്റ് ആണ്. ഇവിടെയുള്ള ബയൽവാരോട് ചേർന്ന് ഗുസ്തിയും കളിച്ചിട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്ക് നടത്താൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ ചെയ്യുന്നത്? കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി വെള്ളം തന്നു. ഞങ്ങളുടെ ഈ മായ ബയൽവാൻ ലോകത്തിൽ സഹായം ചെയ്യുന്നവർക്ക് ഞങ്ങൾ അധികമായിട്ട് മര്യാദയും തരും. ഇത് എന്റെ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയ സമ്മാനം. ഇത് പറഞ്ഞിട്ട് ആ മാന്ത്രിക ബയൽവാൻ ആ സ്ഥലത്ത് നിന്നും മാഞ്ഞുപോയി. ബാലിയും ഭീമയും ആ മാന്ത്രിക റെസ്റ്റോറന്റിൽ തങ്ങാൻ തുടങ്ങി. ആ മാന്ത്രിക ഗുസ്തി റെസ്റ്റോറന്റ് കുറച്ചു ദിവസത്തിനകം തന്നെ വളരെ ഫേമസ് ആയി. പിന്നെ ഇക്കാര്യം ജുഗന്റെ കാതുകളിൽ എത്തിയതും തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ദേഷ്യം വന്നു. പിന്നെ അദ്ദേഹം തന്റെ മകൻ കാലിയോട് പറഞ്ഞു, എനിക്ക് ഈ കാര്യം മനസ്സിലാവുന്നേ ഇല്ല. അവര് രണ്ടുപേർക്കും എങ്ങനെയാണ് ഈ അത്ഭുതം നടന്നത്? ശരി, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ആ ഭീമേനടുത്ത് പോയിട്ട് ആ മായ റെസ്റ്റോറന്റും ഞാൻ കൈക്കലാക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ജുഗൻ കാലിയെ വിളിച്ചുകൊണ്ട് ആ മാന്ത്രിക ഗുസ്തി റെസ്റ്റോറന്റിലേക്ക് ചെന്നു. പിന്നെ ഗുസ്തി വഴക്കുണ്ടാക്കാനായി ഭീമ ബാലിയോട് നിർബന്ധിച്ചു. ഗുസ്തി തീർച്ചയായിട്ടും നടക്കും ജുഗൻ, പക്ഷെ ഈ മായ റെസ്റ്റോറന്റ് അകത്താണ്. നിനക്ക് ഈ കണ്ടീഷൻ ഓക്കെ ആണെച്ചാ നീ പറ. ആ, എനിക്ക് ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഭീമയും ജുഗനും ബാലിയും കാലിയയും തമ്മിൽ ഗുസ്തി നടന്നു. ജുഗൻ പിന്നെ കാലിയ വളരെ തന്ത്രപൂർവം മുളക് പൊടി അവരുടെ കണ്ണുകളിൽ ഇടാനായി ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് ആ മുളക് പൊടി ഇടാൻ ശ്രമിച്ചവരുടെ കണ്ണിലേക്ക് തന്നെ തിരിച്ചുപോയി. ഭീമയും ബാലിയും വളരെ വേഗത്തോടെ ജുഗൻ പിന്നെ കാലിയയുടെ കാലുകൾ ഉടച്ചു കളഞ്ഞു. ഭീമ ജുഗനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് നന്നായിട്ട് അറിയാം നീ ഈ പ്രാവശ്യം ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അതിനാണ് ഈ മായ മൈതാനത്തിൽ നിന്നോട് ചണ്ടയിടാൻ ഞങ്ങൾ വിളിച്ചിരുന്നത്. കാരണം ഈ മായ മൈതാനത്തിൽ അത്ഭുതമുണ്ട്. ആരെങ്കിലും അവരെ ദ്രോഹം ചെയ്യാൻ നോക്കിയാൽ ആ ദ്രോഹം തന്നെ അവരെ തിരിച്ചങ്ങ് ചെയ്തേക്കും. അതിനുശേഷം അവർ രണ്ടുപേരും കാലില്ലാതെ അവരുടെ ജീവിതം കടന്നു വരികയാണ്. ഭീമയും ബാലിയും ചേർന്ന് ഇന്നും ആ മാന്ത്രിക ഗുസ്തി റെസ്റ്റോറന്റ് നടത്തി വരുന്നു.